ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആത്മഹത്യക്ക് ശ്രമിച്ച അനഘയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് നെല്ലിശ്ശേരിയിലെ എല്ലാവരും. എത്രയും പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സേതുമാധവൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയുമാണ്. ഇതൊക്കെ മനഃപൂർവ്വം നടത്തിയതാണെന്നാ എനിക്ക് തോന്നുന്നതെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, താൻ എന്തായി പറഞ്ഞു വരുന്നത്? ഇതെല്ലാം അവന്തികേട്ടത്തിൻ്റെ നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അവന്തികേട്ടത്തി മനഃപൂർവ്വം അനഘയുടെ കൈ പിടിച്ച് മുറിച്ചതാകാനും സാധ്യതയുണ്ട്. അവര് അതിനും മടിക്കില്ല. മനുഷ്യത്വം തീരെയില്ലാത്ത സ്ത്രീയാ. അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ അവര് ഏതറ്റം വരെയും പോകും എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ദേഷ്യത്തോടെ സച്ചി പറയുകയാണ്, ഇപ്പൊ നിർത്തിക്കോണം. ഞാൻ തൻ്റെ വീട്ടുകാരെക്കുറിച്ച് വേണ്ടാത്തതൊന്നും പറയാറില്ലല്ലോ. അതേപോലെ താനും എൻ്റെ ഏട്ടത്തെക്കുറിച്ചൊന്നും പറയേണ്ട ഒരാവശ്യവുമില്ല. എനിക്കെന്താണെങ്കിലും എൻ്റെ ഏട്ടത്തിയെ വിശ്വാസമാണ്. ഏട്ടത്തിക്ക് സന്ദീപിൻ്റെയും അനഘയുടെയും വിവാഹം ആദ്യമേ നടത്താനാണെങ്കിലേ നേരെ അങ്ങോട്ട് സന്ദീപിനെ കൊണ്ട് സമ്മതിപ്പിച്ച് നടത്താവുന്നതേ ഉള്ളായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഏട്ടത്തി ഇങ്ങനെ അടങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഏട്ടത്തിക്ക് നേരെ ചെന്ന് അച്ഛനോട് കാര്യങ്ങളും പറയാമായിരുന്നു. ഇന്ന് പറഞ്ഞത് പറഞ്ഞു. ഇനി മേലാൽ ഏട്ടത്തെക്കുറിച്ച് ഒന്നും താൻ പറയാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി, നിന്റെ അനിയത്തിയും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നല്ലോ. അതും ഒരു നാടകമാണെന്ന് ഞാൻ പറഞ്ഞാലോ? അപ്പോൾ നിനക്ക് വേദനിക്കില്ലേ? അതുകൊണ്ട് ഇനി മേലാൽ ഇമാതിരി സംസാരം വേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സച്ചി പോകുമ്പോൾ സച്ചിയുടെ പ്രതികരണം കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് അവന്തികയും അനഘയുമാണ്. അവന്തിക ചോദിക്കുകയാണ്, നീ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എങ്ങാനും ഒന്ന് പാളിപ്പോയിരുന്നെങ്കിൽ എന്തു പറ്റിയേനെ? എനിക്ക് നീയല്ലാതെ ആരാ ഉള്ളത്? എൻ്റെ ചേച്ചി ഡോക്ടർ പറഞ്ഞല്ലോ ഭാഗ്യത്തിനാ ഞരം പറ്റി പോകാതിരുന്നതെന്ന്. ഞാനേ സൂക്ഷിച്ചു തന്നെയാ വെയിൻ കട്ട് ചെയ്യാതെ നോക്കിയത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ നാടകം അല്പം മുമ്പേ തന്നെ വേണമായിരുന്നെന്നാ. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നല്ല രീതിയിൽ തന്നെ കൂടുതലാ. അതേ മോളെ, ഇതിപ്പോൾ ഒരു ടെസ്റ്റ് ഡോസ് ആണ്. നമുക്കിനി ഇത് പുകയ്ക്കണോ അതോ ഇവിടെ തന്നെ നിർത്തണോ എന്നൊക്കെ പതിയെ തീരുമാനിക്കാം. അതേസമയം സേതുമാധവൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ അനഘയെ സേതു വരുന്നുണ്ടെന്ന് കാട്ടിക്കൊടുക്കുകയാണ്. അവന്തിക, എൻ്റെ പൊന്നുമോളെ, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. സന്ദീപിന് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. സന്ദീപിനേക്കാൾ നല്ല ചെറുപ്പക്കാർ ഈ ചേച്ചി നിനക്ക് കൊണ്ട് തരില്ലായിരുന്നോ? എൻ്റെ ജീവിതത്തിൽ സന്ദീപിനെ കുറിച്ചല്ലാതെ മറ്റൊരു പുരുഷനെക്കുറിച്ച് എനിക്ക് ഓർക്കാനേ സാധിക്കില്ലെന്ന് അനഘ പറയുന്നു. മരിക്കാൻ ഉറപ്പിച്ചു തന്നെയാ സന്ദീപിൻ്റെ മുറിയിലേക്ക് ഞാൻ പോയതും ആത്മഹത്യക്ക് ശ്രമിച്ചതും. പിന്നെ ചേച്ചി എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയത്? തുടർന്ന് സേതുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവന്തിക പറയുകയാണ്, അച്ഛാ, ഇവള് പറയുന്നത് കേട്ടോ, സന്ദീപിനെ കിട്ടിയില്ലെങ്കിൽ ഇവള് ഇനിയും ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന്. ഒരിഷ്ടത്തിൻ്റെ പേരും പറഞ്ഞ് മരിക്കാനാണോ നമ്മൾ ഇവളെ വളർത്തിയത്? ഇത് കേൾക്കുന്ന സേതു പറയുകയാണ്, അനഘയോട് ഞാൻ സംസാരിക്കാം. മോളെ, എനിക്കറിയാം ഞാൻ പറഞ്ഞ ഒരു വാക്കാണ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടെത്തിച്ചതെന്ന്. പിന്നെ മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം മോൾക്കും അറിയാവുന്നതല്ലേ. പക്ഷേ ഇപ്പം നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നതേ ദൃഢമായ ഒരു തീരുമാനത്തോടെയാണ്. നിന്റെയും സന്ദീപിൻ്റെയും വിവാഹം 1 മാസത്തിനുള്ളിൽ ഞാൻ നടത്തിയിരിക്കും. സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി മരിക്കാമെന്ന് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നീ ഇപ്പോൾ അത് ചെയ്ത് കാണിക്കുകയാ ചെയ്തത്. സന്ദീപ് അനഘയ്ക്കുള്ളത് തന്നെയാണെന്ന് സേതുമാധവൻ പറയുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് അനഘയും അവന്തികയും. അവന്തികയെ, നാളെ രാവിലെ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് സേതുമാധവൻ താഴേക്ക് പോകുന്നു. അങ്ങനെ സേതുമാധവൻ പോയതിനു ശേഷം അവന്തികയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് അനഘ. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. പുറത്ത് വന്ന് തനിച്ചു നിൽക്കുകയാണ് അർച്ചന. സച്ചി പറഞ്ഞ ഓരോരോ കാര്യങ്ങളും ഓർത്ത് വിഷമത്തോടെ അർച്ചന നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് സച്ചി വരുന്നു. എന്തോ വലിയ ചിന്തയിലാണല്ലോ താൻ. എന്താ ഈ രാത്രി ഇങ്ങനെ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? എന്നെക്കുറിച്ചാകുമല്ലേ ചിന്ത? വേഗം വന്നേ, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യെന്ന് പറഞ്ഞ് അർച്ചനയെ സച്ചി ചേർത്ത് പിടിക്കുമ്പോൾ സച്ചിയെ തള്ളി മാറ്റുകയാണ് അർച്ചന. ഞാനൊരു സംശയരോഗിയാണെന്നുള്ള രീതിയിലാണല്ലോ നേരത്തെ സംസാരിച്ചത്. അതുകൊണ്ടേ സംശയരോഗിയോട് ആരും അധികം മിണ്ടാൻ വരണ്ട. എടോ, ഞാൻ തന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ ഏട്ടത്തിക്ക് അമ്മയുടെ സ്ഥാനമാ ഞാൻ കൊടുക്കുന്നതെന്ന്. പിന്നെന്താ പ്രശ്നം? പിന്നെ ഏട്ടത്തി മനഃപൂർവ്വമാണ് അനഘയുടെ കൈ പിടിച്ച് മുറിച്ചതെന്നൊക്കെ താൻ പറഞ്ഞപ്പോൾ എൻ്റെ കൺട്രോളൊങ്ങ് പോയി. അതുകൊണ്ടാ. അപ്പോ ഞാൻ കാരണമാ ആതിര ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് സച്ചേട്ടൻ പറഞ്ഞതോ എന്ന് ദേഷ്യത്തോടെ അർച്ചന ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അർച്ചനയെ നോക്കുകയാണ് സച്ചി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.